Hi everyone, അപ്പോൾ നമ്മൾ ഇന്ന് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 29ാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇന്നും നമ്മൾ 7ാം ക്ലാസ്സിലെ SCRT ബുക്ക് ആണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത എക്സാമിന് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? കോസിയാണ്. അല്ലെ, കോസി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? കോസി പദ്ധതിയാണ്. ഓക്കെ, കോസി പദ്ധതിയാണ് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫറാക്ക ബാരേജ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണെന്നാണ് ചോദിച്ചത്. ഫറാക്ക ബാരേജ് നിർമ്മിച്ചിരിക്കുന്നത് ഗംഗാ നദിക്ക് കുറുകെയാണ്. അല്ലെ, ഇത് നമ്മൾ ഓൾറെഡി ട്രിക്ക് ഉപയോഗിച്ച് പഠിച്ച വീഡിയോയിൽ പഠിച്ച കാര്യമാണ്. ഫറാക്ക ബാരേജ് നിർമ്മിച്ചിരിക്കുന്നത് ഗംഗാ നദിക്ക് കുറുകെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി സേതു പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണെന്നാണ് ചോദിച്ചത്. മഹാത്മാഗാന്ധി സേതു പാലം നിർമ്മിച്ചിരിക്കുന്നത് ഗംഗാ നദിക്ക് കുറുകെയാണ്. ഓക്കെ, ഗംഗാ നദിക്ക് കുറുകെ തന്നെയാണ് മഹാത്മാഗാന്ധി സേതു പാലവും നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണെന്നാണ് ചോദിച്ചത്. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാം ഗംഗ. ഓക്കെ, രാം ഗംഗയാണ് കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജമുന, മേഘ്ന എന്നീ നദികൾ ഗംഗാ നദിയുമായി ചേരുന്നത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. ജമുന, മേഘ്ന എന്നീ നദികൾ ഗംഗാ നദിയുമായിട്ട് ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ്. ഓക്കെ, ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് ജമുനയും മേഘ്നയും ഗംഗാ നദിയുമായിട്ട് ചേരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? പത്മ എന്ന പേരിലാണ്. ഓക്കെ, ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി. വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്. ഗണ്ഡകി നദിയാണ്. ഗണ്ഡകി നദിയാണ് വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, ഗണ്ഡകി നദി. ഗംഗയുടെ പതനസ്ഥാനം. ഗംഗയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജീവ് ഗാന്ധി വാരണാസിയിൽ വെച്ച് ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം. രാജീവ് ഗാന്ധി വാരണാസിയിൽ വെച്ചിട്ട് ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. 1986 ജാനുവരി 14 ഓക്കെ, 1986 ജാനുവരി 14 രാജീവ് ഗാന്ധി വാരണാസിയിൽ വെച്ചിട്ട് ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്നറിയപ്പെടുന്ന നദി. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഓക്കെ, ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്നറിയപ്പെടുന്ന നദി ഗംഗാ നദിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുമായി ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യം. ഇന്ത്യയുമായിട്ട് ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചത്. ബംഗ്ലാദേശാണ്. ഓക്കെ, ഇന്ത്യയുമായിട്ട് ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1996 ഇന്ത്യയുമായി മഹാകാളി സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യം. മഹാകാളി സന്ധിയിൽ ഒപ്പുവെച്ചത് ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചത്. ആൻസർ നേപ്പാളാണ്. ഓക്കെ, 1996 മഹാകാളി സന്ധിയിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും നേപ്പാളുമാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച വർഷം. ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച വർഷമാണ് ചോദിച്ചത്. 1996. ഓക്കെ, ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച വർഷം 1996. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഓക്കെ, ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാനസ സരോവർ തടാകത്തിന് സമീപമുള്ള
ചമയോങ്തുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. ചമയോങ്തുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ബ്രഹ്മപുത്ര തന്നെയാണ്. ഓക്കെ, ബ്രഹ്മപുത്രയാണ് മാനസ സരോവർ തടാകത്തിന് സമീപമുള്ള ചമയോങ്തുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ആഴം കൂടിയ നദി ഏതാണെന്നാണ് ചോദിച്ചത്. ഏറ്റവും ആഴം കൂടിയ നദിയും ബ്രഹ്മപുത്ര തന്നെയാണ്. ഓക്കെ, ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയിൽ ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ്. ഓക്കെ, ഇന്ത്യയിൽ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. നെക്സ്റ്റ് നോക്കാം, താഴെ കൊടുത്തവയിൽ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. താഴെ കൊടുത്തവയിൽ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് കൊടുത്തത്? ടീസ്റ്റ, ലോഹിത്, ഇബ്, മാനസ്. ഇതിൽ ഇബ് ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. ഓക്കെ, ടീസ്റ്റയും ലോഹിത്തും മാനസുമെല്ലാം ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. ഇബ് എന്ന് പറയുന്നത് മഹാനദിയുടേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ടീസ്റ്റയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ടീസ്റ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ടീസ്റ്റ തന്നെയാണ്. ഓക്കെ, സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. അരുണാചൽ പ്രദേശാണ്. ഓക്കെ, അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എത്ര കിലോമീറ്റർ ആണ്? ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 916 കിലോമീറ്റർ ആണ്. ഓക്കെ, 916 കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. നെക്സ്റ്റ്, ബ്രഹ്മപുത്രയുടെ നീളം. ആകെ നീളം എത്രയാണ് ബ്രഹ്മപുത്രയുടേത്? 2900 കിലോമീറ്റർ ആണ്. ഓക്കെ, ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 916, 916 കിലോമീറ്റർ. നെക്സ്റ്റ്, ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചത്. ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര പതിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പ്രിലിംസ് 29B എന്ന ഭാഗത്താണ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രിലിംസ് 29Aയും Bയും കാണാം. 25 ക്വസ്റ്റ്യൻസ് 29Aയിലുണ്ട്, ബാക്കി ക്വസ്റ്റ്യൻസ് 29Bയിലാണുള്ളത്. ഓക്കെ, അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിബാങ് എന്നാണ്. ദിബാങ് എന്നാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. എന്താണ്? ദിബാങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നതോ? ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ എന്നാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിബാങ് എന്നാണ്. ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ഓക്കെ, ജമുന എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയാണ്. ഓക്കെ, ബ്രഹ്മപുത്രയാണ് ജമുന എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. താഴെ കൊടുത്തവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ മഹാനദിയാണ്. ഓക്കെ, മഹാനദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. ബാക്കിയെല്ലാം മൂന്നും എന്താണ്? സബർമതി, നർമ്മദ, താപ്തി എന്നിവ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. ഓക്കെ, നെക്സ്റ്റ്, താഴെ കൊടുത്തവയിൽ കിഴക്കോട്ടൊഴുകുന്ന ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളിൽ പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചത്. താഴെ കൊടുത്തവയിൽ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളിൽ പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് കൊടുത്തത്? കാവേരി, ഗോദാവരി, കൃഷ്ണ. ഇതിൽ ഈ കൊടുത്ത മൂന്നിൽ ഇവ മൂന്നും എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. നേരത്തെ പറഞ്ഞ മഹാനദിയും കാവേരിയും ഗോദാവരിയും കൃഷ്ണയുമെല്ലാം പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഇവയെല്ലാം എന്നതാണ്. ഓക്കെ, ഇവ മൂന്നും എന്നതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന
ഏറ്റവും വലിയ നദി ഏതാണെന്നാണ് ചോദിച്ചത്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദയാണ്. ഓക്കെ, നർമ്മദയാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നർമ്മദയുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചത്. നർമ്മദയുടെ നീളം എന്ന് പറയുന്നത് 1312 ആണ്. 13-12 കിലോമീറ്റർ. ഓക്കെ, 1312 കിലോമീറ്റർ ആണ് നർമ്മദയുടെ നീളം. നെക്സ്റ്റ്, മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ നർമ്മദയാണ്. ഓക്കെ, നർമ്മദയാണ് മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി, നർമ്മദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നർമ്മദയുടെ പതനസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചത്. നർമ്മദയുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടലിലാണ്. ഓക്കെ, അറബിക്കടലിലാണ് നർമ്മദയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ പ്രധാന നദി എന്നെല്ലാം ചോദിച്ചാൽ ആൻസർ നർമ്മദ ആണ്. ഓക്കെ, നർമ്മദയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്. അതും നർമ്മദയാണ്. ഓക്കെ, നർമ്മദ നദിയാണ് വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാചീന കാലത്ത് രേവ എന്ന് അറിയപ്പെട്ടിരുന്ന നദി. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദയാണ്. ഓക്കെ, പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദ. നെക്സ്റ്റ്, ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നർമ്മദയാണ്. ഓക്കെ, ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി നർമ്മദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി. ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദ. ഇതിൻ്റെ എല്ലാം ആൻസർ നർമ്മദ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദിയും നർമ്മദയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി നർമ്മദ. നെക്സ്റ്റ്, സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദി. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയും നർമ്മദയാണ്. ഓക്കെ, നർമ്മദ നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ നർമ്മദ നദിയുടെ പോഷക നദികളിൽ പെട്ടത്. താഴെ കൊടുത്തവയിൽ നർമ്മദ നദിയുടെ പോഷക നദികളിൽ പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് കൊടുത്തത്? ഉറി, ഹിരൺ, ഷേർ. ഇവ മൂന്നും, ഈ കൊടുത്ത മൂന്നും നർമ്മദ നദിയുടെ പോഷക നദികളിൽ പെട്ടതാണ്. ഉറി, ഹിരൺ, ഷേർ എന്നിവ നർമ്മദ നദിയുടെ പോഷക നദികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ദിരാ സാഗർ, സർദാർ സരോവർ, ഓംകാരേശ്വർ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി. ഇന്ദിരാ സാഗർ, സർദാർ സരോവർ, ഓംകാരേശ്വർ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ഓക്കെ, നർമ്മദ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്. ഈ 3 അണക്കെട്ടുകളും നർമ്മദ നദിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൻഹ നാഷണൽ പാർക്ക്. കൻഹ എന്നാണ് ഇവിടെ. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ നർമ്മദ. ഓക്കെ, കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ. നെക്സ്റ്റ്, ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയ നദീതീരം. ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയ നദീതീരവും നർമ്മദയാണ്. ഓക്കെ, ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയ നദീതീരം നർമ്മദയാണ്. എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, കാരണം ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നിങ്ങൾ ഒരു തവണ വീഡിയോ കണ്ടിട്ട് നേരെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം തന്നെ എല്ലാം ഓർമ്മയിൽ നിന്നോളും, ഒന്നും മറന്നുപോകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർബിൾ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. മാർബിൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്നാണ് ചോദിച്ചത്. നർമ്മദ നദിയിലാണ്. ഓക്കെ, മാർബിൾ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ്. നെക്സ്റ്റ്, ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന
ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? താപ്തിയാണ്. ഓക്കെ, ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോദാവരി നർമ്മദ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. ഗോദാവരി നർമ്മദ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയും താപ്തിയാണ്. ഓക്കെ, ഗോദാവരി നർമ്മദ നദികൾക്ക് ഇടയിലൂടെ ഒഴുകുന്നത് താപ്തി നദിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കക്രപ്പാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന നദി. കക്രപ്പാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന നദി താപ്തി. ഓക്കെ, കക്രപ്പാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ താപ്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധ്യപ്രദേശിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. മധ്യപ്രദേശിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയും താപ്തിയാണ്. ഓക്കെ, മധ്യപ്രദേശിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി താപ്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂറത്ത് നഗരം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സൂറത്ത് നഗരം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചത്? താപ്തി നദീതീരത്താണ്. ഓക്കെ, സൂറത്ത് നഗരം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദീതീരത്താണ്. നെക്സ്റ്റ്, ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്? മഹാനദിയാണ്. അല്ലെ, നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ച് പഠിച്ചതാണ്. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി മഹാനദി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്നാണ് ചോദിച്ചത്. അതും നമ്മൾ ട്രിക്കുകളിലൂടെ തന്നെ പഠിച്ചതാണ്. മഹാനദിയിലാണ്. അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. അല്ലെ, ഭഗീരഥി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഓക്കെ, സത്ലജ് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥാണ്. ഓക്കെ, ഷിയോനാഥാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. നെക്സ്റ്റ് നോക്കാം, മഹാനദിയുടെ പതനം. മഹാനദിയുടെ പതനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദിയുടെ പതനം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, താഴെ കൊടുത്തവയിൽ മഹാനദിയുടെ പോഷക നദികളിൽ പെട്ടത്. താഴെ കൊടുത്തവയിൽ മഹാനദിയുടെ പോഷക നദികളിൽ പെട്ടത് ഏതൊക്കെയാണ്? ഇബ്, ഷിയോനാഥ്, ടെല്ല്. ഇവയെല്ലാം എന്നതാണ് ആൻസർ. ഓക്കെ, ഇബും ഷിയോനാഥും ടെല്ലും മഹാനദിയുടെ പോഷക നദികളിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ ഇന്ന് 58ഓളം ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാം മാത്സ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാത്സ് നിങ്ങൾ ഡെയിലി പഠിക്കണം. മാത്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയാൽ മാത്രമേ പ്രിലിംസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മാത്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.